ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്ത ചെയ്തുകൊണ്ട്. അതിലാദ്യത്തേത് സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. രണ്ടാമത്തേത് സൂകരമായി ഭൂമിയെ ഉദ്ധരിക്കുന്നതിന്. ഒന്നാമത്തേത് ബ്രഹ്മചര്യത്തെ പരിപാലിക്കുന്നതിന്. രണ്ടാമത്തേത് ഭൂമിയെ ഉദ്ധരിക്കുന്നത്. നമ്മൾ പഠിച്ചു, ഭൂമി മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു, രസാതലത്തിലേക്ക് പോയിട്ടുള്ള ഭൂമി. മൂന്നാമത്തേത് നൈഷ്കർമ്മ്യമായ നിഷ്കാമമായ കർമ്മത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള നാരദരെ പറഞ്ഞു. നാലാമത്തേത് ധർമ്മദേവന് മൂർത്തിയിൽ ജനിച്ച നരനാരായണന്മാരെ കുറിച്ച് പറഞ്ഞു, തപസ്സിനെ ചെയ്യുന്നതിനായിക്കൊണ്ട്. അഞ്ചാമത്തേത് കർദമൻ്റെയും ദേവഹൂതിയുടെയും പുത്രനായിട്ടുള്ള കപിലനെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ സ്വാമി ഈ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഈ കഥയുടെ ഇതിൽ നമുക്ക് ഈ ആളുകളുടെ പേരല്ല, ചില ഈ കണക്ഷനൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുപോകും. ഇപ്പം ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് കാറിൽ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നത്. കാരണം സ്വയംഭൂ മനുവിന് 5 മക്കളാണ്. 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. 3 പെൺകുട്ടികളും 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ആകൂതി, ദേവഹൂതി, പ്രസൂതി, പിന്നെ ഉത്താനപാദൻ, പ്രിയവ്രതൻ. ഈ ദക്ഷ പ്രജാപതിയുടെയാണ് 16 മക്കൾ. സ്വാമി ആ ദക്ഷ പ്രജാപതിക്ക് പകരം എന്താ പറയുക, സ്വയംഭൂമനുവിൻ്റെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ നമുക്ക് പറ്റാറുണ്ട്. എല്ലാവർക്കും പറ്റുമല്ലോ അബദ്ധം. പക്ഷെ അത് വലിയൊരു എന്താ പറയുക, വലിയ ഗൗരവമാർന്ന വിഷയമല്ല. കാരണം എന്തുകൊണ്ടാണ് എന്നാണെങ്കിൽ, ഇവരെ ഒന്നും തന്നെ സ്വാമി ഉള്ളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മാനുഷികമായിട്ടുള്ള ഒരു രൂപങ്ങളുടെ ശക്തമായ പ്രതിനിധികളായിട്ടല്ല, തത്വങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനത്ര ഊന്നൽ നൽകാത്തത്. കാരണം നമ്മളതങ്ങനെയാണ് പഠിച്ചതും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ആരാണ് സ്വയംഭൂമനു, ആരാണ് ദക്ഷപ്രജാപതി, ഇതൊക്കെ നമ്മൾ പഠിക്കും, തത്വചിന്ത ചെയ്യും. അപ്പം നമുക്കതൊരു വ്യക്തികളായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് വേലായുധൻ വേറെ, രാമകൃഷ്ണൻ വേറെ. വേലായുധൻ്റെ മോൻ രാമകൃഷ്ണൻ്റെ മോനെ വേലായുധൻ്റെ മോൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നമാവും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സ്വാമി പറയുമ്പോൾ നിങ്ങളൊന്ന് തിരുത്തി തന്നാൽ മതി കേട്ടോ. നിങ്ങൾ ഇന്നലെ എന്തോ ഒരു സംശയം തോന്നിയപ്പോൾ സ്വാമി ചോദിച്ചു, പക്ഷേ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. അതെന്താ? നിങ്ങൾക്ക് എന്തും ചെയ്യാണോ? പിന്നെ സ്വാമിയല്ലേ, ഞങ്ങളെന്ത് തിരുത്താനാ? അങ്ങനെയൊന്നും വേണ്ട, പറയാം. അപ്പോൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇതിൽ 5 അവതാരങ്ങളെ നമ്മൾ ചിന്ത ചെയ്തു. സാങ്ക്യം എന്താണ്? സാങ്ക്യം എന്നുള്ളത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും കൂടെ അതിനെ പിരിച്ച് അതിലെ ഓരോ വാക്കുകളും അക്ഷരങ്ങളും എന്തൊന്നിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതൊന്നും നിങ്ങൾ വിട്ടുപോകരുത്. കാരണം ഇതിങ്ങനെ സർവ്വസാധാരണമായിട്ട് കേൾക്കാൻ അങ്ങനെ ചർച്ചയ്ക്ക് വരാത്തതാണ്. അതുകൊണ്ട് നല്ല ഓർമ്മയിൽ വയ്ക്കുക. ഇങ്ങനെയാണ് ഓരോ മന്ത്രങ്ങളും. ഓർമ്മയുണ്ടായാൽ വളരെ നല്ലത്. ഉണ്ടോ എന്തൊക്കെയാ പറഞ്ഞതെന്ന്? നമോ ഭഗവതേ വാസുദേവായ എന്ന്. ഓം, അതെ, ഓം എന്നുള്ളത് പ്രണവം, ശബ്ദ ബ്രഹ്മം, അക്ഷര ബ്രഹ്മം. അക്ഷരം എന്ന് പറഞ്ഞാൽ, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അക്ഷരം
പറഞ്ഞു എന്നാ തോന്നുന്നത്, അമ്പലത്തിൽ എന്തോ. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരരഹിതമായ അനശ്വരമായതിനെ വഹിക്കുന്നതിനെയാണ് അക്ഷരം എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മുടെ അക്ഷരങ്ങൾ ഈ സത്യത്തെ വഹിക്കുന്നതാണ്. സത്യവാഹകന്മാരാണ് അക്ഷരങ്ങൾ. അങ്ങനെ അക്ഷരരൂപത്തിലുള്ള ബ്രഹ്മത്തെ അക്ഷരരൂപത്തിൽ ആവാഹിച്ചിട്ടുള്ളതാണ് പ്രണവം. അതാണ് ഓംകാരം. ഈ ഓംകാരത്തെ അക്ഷരബ്രഹ്മം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ക്ഷരരഹിതമായത്, നാശരഹിതമായത് എന്ന്. ആ അർത്ഥത്തിലല്ല. അക്ഷരബ്രഹ്മത്തിൽ കൃത്യമാണ്. അക്ഷരത്തിൽ ബ്രഹ്മത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. അതാണ് പ്രണവം, ഓം എന്ന്. ശബ്ദബ്രഹ്മം. ഈശ്വരനെ, ഭാരതീയ ആചാര്യൻ ഈശ്വരന് ഈ ഭാവങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ശബ്ദം നൽകിയിട്ടുണ്ട്, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ ഭാവങ്ങളിലൊക്കെ ഈശ്വരനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശബ്ദരൂപിയായ ഭഗവാനാണ് എന്ത്? പ്രണവം. പ്രണവം മന്ത്രങ്ങളുടെ മുഴുവൻ പ്രാണനാണ്. എങ്ങനെയാണോ കാറിന് പെട്രോള്, ഡീസൽ, വൈദ്യുത ഉപകരണങ്ങൾക്ക് വൈദ്യുതി എന്നതുപോലെ മന്ത്രങ്ങളുടെ പ്രാണനാണ് പ്രണവം. അതിനെ തന്നെ ചൊല്ലിയിട്ട് എത്രയോ സംശയങ്ങൾ ആളുകൾക്കുണ്ട്. പ്രണവം സ്ത്രീകൾക്ക് ഉച്ചരിക്കാമോ? ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ ചിലർ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അവരങ്ങനെ പറഞ്ഞു നടക്കും, സ്ത്രീകൾക്ക് അത് ജപിക്കാൻ പാടില്ല, ഇന്നവർക്കേ ജപിക്കാവൂ എന്ന്. അതൊക്കെ ആർക്കും ഏതു സമയത്തും ജപിക്കാം. അതുകൊണ്ടായിരിക്കാം സ്ത്രീകൾ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവത്തിന് പകരം അവർ ഓ എന്ന് പറയുന്നു. ഒന്നും കൂടെ ആക്കിയ ഓം എന്നായി. ഈ ഓ എന്നുള്ളതൊക്കെ പണ്ടുണ്ടായത് ഇതിൽ നിന്നാണ്. കാരണം യാഗത്തിൽ, വൈദിക കർമ്മങ്ങളിലെല്ലാം അനുമതി നൽകുന്നതിന് എന്തിനും ഓമേ പറയൂ, വേറെ ഒന്നും പറയില്ല. ഒരു ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഓം എന്ന് പറയും, ഓം എന്നേ പറയൂ. അപ്പോൾ അത് ഓമിലൂടെയാണ് എല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ടത്. സമ്മതം നൽകുന്നത് ഓം എന്നാണ്. എല്ലാറ്റിനും ഓമാണ്. അപ്പോൾ പ്രണവത്തെ അക്ഷരബ്രഹ്മമെന്നും ശബ്ദബ്രഹ്മമെന്നും അറിയാം. നമോ നാരായണൻ. അതുപോലെ തന്നെ മേയമായിട്ടുള്ള അളക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നാമരൂപാദികളോടുകൂടി ശബ്ദസ്പർശ രസരൂപഗന്ധാദികളാകുന്ന പ്രപഞ്ചത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതിൽ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഇതിനപ്പുറത്ത് വേറെ ഒരു സാധനവും ഇല്ല. എന്ന് ആലോചിച്ച് നോക്കൂ, ആരായിരുന്നു നമ്മുടെ ഋഷീശ്വരന്മാരെന്ന്. നമ്മുടെ ഏറ്റവും വലിയ, ചിലപ്പോഴൊക്കെ നമുക്ക് വല്ലാതെ പൊട്ടിക്കരയാൻ തോന്നാറുണ്ട്. ഇത്ര നല്ല സാധനം ഉണ്ടായിട്ട് നമ്മൾ ഇതൊന്നും അറിയാതെ ഇങ്ങനെ നടക്കുകയല്ലേ. ഇനി അതല്ല, ഇതൊക്കെ ഒന്ന് പറയുമ്പം അതിനുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നറിയും. ഇതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കുമ്പം ഇതല്ല പറയേണ്ടത് എന്ന് പറയുമ്പോൾ ഉള്ളൊരവസ്ഥ. അപ്പം ഇതിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട് ഇതിന്. നമുക്ക് ചിലപ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ വരാറുണ്ട്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പഠിക്കുന്നത്. നിങ്ങളും നാമാവലികളൊക്കെ ചൊല്ലുന്നില്ലേ? ഈ നാമങ്ങളുടെയൊക്കെ അർത്ഥം എന്താണ്? മന്ത്രമാണെങ്കിൽ അതിനെ മനനത്തിന് വിധേയമാക്കേണ്ടതല്ലേ? അപ്പോൾ ആ മനനം നമ്മൾ ചെയ്തിട്ടുണ്ടോ? വെറുതെ ഒരു ശബ്ദം പുറപ്പെടുവിപ്പിച്ചതുകൊണ്ട് പിന്നെ എന്താണെന്നറിയോ, ഈ അന്ധവിശ്വാസം പറയുന്ന കൂട്ടത്തിൽ നിങ്ങളോട് പറയും ഇത് വെറുതെ ജപിച്ചാൽ മതി, അതിനൊരു തരംഗം ഉണ്ടാവും എന്നൊക്കെയാണ്. അപ്പം നമ്മൾ അത് വിശ്വസിക്കും. അപ്പോഴാണ് അതിലൊക്കെ പെട്ടുപോണത്. അങ്ങനെയല്ല. നിങ്ങളോട് ഇവിടേക്ക് ജ്ഞാനയജ്ഞത്തിന് വരാൻ, നിങ്ങൾ ആ റോട്ടിൽ അവിടെ നിന്നിട്ടാണ് ഒരാളോട് ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നത് ഇതെവിടെയാണ് ഈ സ്ഥലം. അപ്പോൾ ഈ ഫോണിൽ ആൾ ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ ഇന്നടുത്താണ്.
ഒരു 2 മിനിറ്റ് നടന്നാൽ മതി നേരെ മുന്നോട്ട്. പക്ഷേ നിങ്ങൾ 2 മിനിറ്റല്ല 20 മിനിറ്റായിട്ട് നടക്കുന്നുണ്ട്, നിങ്ങളിവിടെ എത്തുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ നടക്കുന്നത് എതിർദിശയിലാണ്. 2 മിനിറ്റ് നിങ്ങൾക്ക് നടന്നാൽ എത്താവുന്ന സ്ഥലത്ത് നിങ്ങൾ 20 മിനിറ്റ് നടന്നിട്ടും എത്തിച്ചേരുന്നില്ല. കേവലം നടപ്പ് കൊണ്ട് എത്തില്ല, ദിശ കൃത്യമായിരിക്കണം. ആ ദിശയെ നിശ്ചയിക്കുന്നത് അറിവാണ്. അതുകൊണ്ട് നടന്നാൽ നിങ്ങൾ സോനവാടിയിലെത്തൂല. സോനവാടി എന്നാണോ ഇതിന് പറയുക? സോനുവാടി, സോണിവാടി, എന്തെങ്കിലും ആവട്ടെ. അതെ, സോണിവാടിയിൽ എത്തണമെങ്കിൽ 2 മിനിറ്റ് ഇന്നടുത്ത് നടക്കണമെങ്കിൽ ആ നടക്കുന്നത് നേരെ തിരിഞ്ഞാണെങ്കിൽ നടക്കുന്നുണ്ട്. ചിന്മയാനന്ദ സ്വാമി പറയും, രുദ്രാക്ഷമാലയാണ്, ഇങ്ങനെ ജപിക്കുന്നുണ്ട്. ആ പരുക്കനായ മാല സ്ഫടികം പോലെയായി. പക്ഷേ ഈ ആൾക്കൊരു മാറ്റവും ഇപ്പോഴും. കാരണം ഈ സ്പർശം കൊണ്ടിങ്ങനെ മാലയുടെ ആ പരുക്കൻ ഭാവം മാറി അത് സ്ഫടികം കണക്കെ ആയിട്ടുണ്ട്. ആൾക്ക് എന്തെങ്കിലും സ്ഫടിക ഭാവം വന്നിട്ടുണ്ടോ? ഇല്ല, പഴയതിനേക്കാൾ പരുക്കനാണ്. യാന്ത്രികമാണെന്ന് പറയും. ഇതൊന്നും യാന്ത്രികമായി ചെയ്യേണ്ടതല്ല. മറ്റേടത്ത് കുറച്ച് അധികം നടന്നു കഴിഞ്ഞാൽ നമുക്കതൊരു എക്സസൈസാണ്. ആ നിലയിൽ ഇത് പിന്നെ ചിലർ പറയുന്നത് സ്പീച്ച് തെറാപ്പിയാണെന്ന്. ഇതല്ല, ഇത് മനനത്തിനുള്ളതാണ്. മന്ത്രങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഗായത്രി മന്ത്രം ഇതുപോലെയാണ്, നമ്മളെ സൂര്യനിൽ എത്തിക്കുന്നതാണ്. അതിലും ഓം എന്നത് അതിൻ്റെ എനർജിയാണ്. ഭൂർ ഭുവ സുവ 3 ലോകങ്ങളാണ്. ഭൂമി, ഭുവ അന്തരീക്ഷം, സുവ ഔട്ടർ സ്പേസ്. അപ്പോൾ ഈ 3നെയും നമ്മൾ അതിവർത്തിക്കുന്നു. അതിനെയാണ് വ്യാഹൃതികൾ എന്ന് പറയുന്നത്. ഗായത്രി മന്ത്രത്തിൽ ഇത് വ്യാഹൃതികളാണ്. വ്യാഹൃതികൾ മുകളിലേക്കുള്ള ലോകങ്ങളെ പറയുന്നതാണ്. ഭൂർഭുവ സുവ സത്യ തപ എന്നൊക്കെ പറയുന്ന മുകളിലേക്കുള്ള ലോകം. അതല വിതല സുതല രസാതലം താഴേക്ക്. ഭൂർഭുവ സുവ തത് സവിതുഹു വരേണ്യം. സവിതുഹു സവിതാവിൽ, സൂര്യനിൽ, വരേണ്യം ശ്രേഷ്ഠമായ, അനുകരിക്കാൻ യോഗ്യമായ, ഭജനീയമായ, ഭജിക്കാൻ യോഗ്യമായിട്ടുള്ള തത് സവിതുഹു വരേണ്യം. എന്ത്? ദേവസ്യ ഭർഗഃ, ഭർഗോ ദേവസ്യ, ഭാർഗവൻ്റെ, സൂര്യൻ്റെ, ഭർഗ എന്ന് പറഞ്ഞാൽ തേജസ്, ധീമഹി, ഞങ്ങൾ അതിനെ ധ്യാനിക്കുന്നു. ചൊവ്വയിലേക്ക് പേടകത്തെ അയക്കുന്നത് പോലെ നമ്മളെ സൂര്യനിൽ എത്തിക്കുന്ന പണിയായത്. ഭൂർഭുവ സ്വഃ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. നഹ ധിയഃ, ഞങ്ങളുടെ ബുദ്ധിവൃത്തിയെ പ്രചോദയാത്, പ്രചോദിപ്പിക്കട്ടെ. അപ്പോൾ സൂര്യൻ എപ്രകാരം ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നുവോ അതേപോലെ എൻ്റെ ബുദ്ധി എൻ്റെ ജീവിത പന്ഥാവിനെ, ജീവിതത്തിൻ്റെ വഴികളെ പ്രകാശപൂർണമാക്കട്ടെ. ഇതാണ് മന്ത്രത്തിൻ്റെ താത്പര്യം. ഇതുകൊണ്ടാണ് ഗായത്രി ഉപാസകന്മാർക്ക് ബുദ്ധി കൂടുമെന്ന് പറയാനുള്ള കാരണം അതാണ്. പണ്ടുള്ളവരിൽ പട്ടരിൽ പൊട്ടനില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അഥവാ പൊട്ടനുണ്ടെങ്കിൽ അവൻ കളക്ടറായിരിക്കുന്ന, അപ്പോൾ പൊട്ടൻ്റെ കപ്പാസിറ്റി IAS ആണ്. അതാ പറഞ്ഞപ്പം തമാശയായിട്ട് പണ്ട് പറയാറുണ്ട്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പട്ടരിൽ പൊട്ടനില്ല, അഥവാ പൊട്ടനുണ്ടെങ്കിൽ അതൊരു കളക്ടറായിരിക്കുന്നു പറയും. ഇന്നങ്ങനെ ആവണമെന്നില്ല കേട്ടോ. എന്തുകൊണ്ടെന്നാൽ ഗായത്രി ഉപാസകരായിരുന്നു. ഒരു കാലത്ത് പൗരോഹിത്യവർഗം ഇത് ഫലപ്രദമായതാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇതരന്മാർ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുമുണ്ട്.
അപ്പോൾ ഗായത്രി വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രം തന്നെയാണ്. കാരണം എന്താണ്? അത് സൂര്യനുമായിട്ടുള്ള നമ്മുടെ സംവേദനമാണ്. ബുദ്ധിക്ക് ഇപ്പം ശരീരത്തിന് വേണ്ടുന്ന അന്നം ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെ കിട്ടുമോ, അല്ലെങ്കിൽ സൂര്യനാണ് എല്ലാറ്റിൻ്റെയും ഊർജ്ജദാതാവ്. അതുകൊണ്ടാണ് സൂര്യൻ എന്ന് പേര്. സൂര്യൻ എന്നുള്ള പേര് തന്നെ അതാണ്. പൂഷണ്, സൂര്യൻ. സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഊർജ്ജദാതാവാണ്, പ്രാണദാതാവാണ്. നമ്മൾ കഴിക്കുന്ന അന്നം എന്ന് പറയുന്നത് സൗരോർജ്ജമാണല്ലോ. കാർബോഹൈഡ്രേറ്റ്, ഇത് അന്നജം എന്ന് പറയുന്നത് എന്താ? സൂര്യോർജ്ജമാണ്. അപ്പം ശരീരത്തിന് അന്നം പോലെ തന്നെ ഈ ബുദ്ധിക്ക്, അതാണ് ഭഗവാൻ ഗീതയിൽ അതിസുന്ദരമായൊരു ശ്ലോകമുണ്ട്. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സ കാലേ നേഹ മഹതോ യോഗോ നഷ്ട പരന്തപ. അർജുനോട് പറയുന്നുണ്ട്, അർജുന, ഞാൻ ഈ സത്യമൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ നിൻ്റെ കാലത്ത് ഇപ്പോൾ ഇത് നഷ്ടപ്പെട്ടു. അതിന് ഭഗവാൻ ഒരു ശ്ലോകം ഗീതയിൽ പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ അബ്രവീത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സ കാലേ നേഹ മഹതോ യോഗോ നഷ്ട പരന്തപ. ഇമം യോഗം, ഈ യോഗത്തെ, ഈ രഹസ്യത്തെ, ഈ ജ്ഞാനത്തെ അഹം, ഞാൻ, വിവസ്വാൻ പ്രാഹ, സൂര്യന് പറഞ്ഞു കൊടുത്തു. സൂര്യനോ മനുവിന് പറഞ്ഞു കൊടുത്തു. മനവേ, മനുവിനായിക്കൊണ്ട്. മനുവോ ഇക്ഷ്വാകവേ, ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സൂര്യനിൽ നിന്ന് മനുവും മനുവിൽ നിന്ന് ഇക്ഷ്വാകുവും, ഇങ്ങനെ ഇതെല്ലാവർക്കും അറിയുമായിരുന്നു. പക്ഷേ നിനക്കിതിപ്പോൾ അറിയില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നു. അപ്പോൾ അർജുനൻ ആകെ കൺഫ്യൂഷൻ, നമ്മളെപ്പോലെ. ഭഗവാനെ, അങ്ങയുടെ ജന്മം ഈ അടുത്ത കാലത്ത്, സൂര്യൻ്റെ ജന്മമോ എത്രയോ മുൻപ്. സൂര്യൻ്റെ ജന്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മുൻപാണ്? അങ്ങയുടെ ജന്മം ഈ അഷ്ടമി രോഹിണിയിൽ, എനിക്കറിയാം എന്ന മട്ടിൽ അർജുനൻ പറഞ്ഞു. കഥമേതത് വിജാനീയാം പ്രോക്തവാൻ ഇതി. ഇതെങ്ങനെയാണ് അങ്ങ് പണ്ട് സൂര്യന് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്? ശരിയാവില്ലല്ലോ. അപ്പോഴാണ് ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നത്, അർജുന, ഇതിനെ നീ അറിയേണ്ടത് ഇങ്ങനെയല്ല എന്ന് തത്വചിന്ത ചെയ്ത് അറിയേണ്ടതാണ് എന്ന് ഭഗവാൻ ഗീതയിൽ അവിടെ തന്നെ പറയുന്നുണ്ട്. ഈ നമ്മുടെ സംശയങ്ങളൊക്കെ അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്. അങ്ങ് ജനിച്ചത് ഈ അടുത്ത കാലത്ത്, അപ്പം കൃഷ്ണനെ ഒരു വ്യക്തിയായി, ഒരു മാനുഷഭാവത്തോടു കൂടി ജനിച്ച ഒരാളായി തന്നെ കണ്ട് അർജുനൻ ചോദ്യം ചോദിക്കുന്നു. അങ്ങ് ഈ അടുത്ത കാലത്താണോ ജനിച്ചത്? ആണല്ലോ ജനിച്ചത്. പക്ഷേ സൂര്യൻ ജനിച്ചതോ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ അങ്ങ് ഇത് സൂര്യൻ ഉപദേശിച്ചു എന്ന് പറയുന്നതിനെ കഥമേതത് വിജാനീയം, ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അപ്പം ഭഗവാൻ പറഞ്ഞു, എനിക്ക് ജന്മങ്ങളും എൻ്റെ കർമ്മങ്ങളും ഒക്കെ ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. എൻ്റെ ജന്മങ്ങളും കർമ്മങ്ങളും ഒക്കെ താത്വികമായി അറിയണം അർജുന. അപ്പോൾ അവിടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്നെ. അപ്പോൾ സൂര്യൻ ഈ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ആളാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഈ നിയമങ്ങൾ അറിഞ്ഞ് വർത്തിക്കുന്ന ഒരാളാണ് സൂര്യൻ മാത്രമല്ല എല്ലാം. സൂര്യനെ അതിൽ പ്രത്യേകിച്ച് പറയും. അപ്പോൾ സൂര്യനിൽ നിന്ന് സൂര്യൻ വിവസ്വാൻ മനവേ പ്രാഹ എന്ന് പറയും, മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ഇക്ഷ്വാകു എന്ന്. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ രാജാക്കന്മാരാണ് എന്ന്. അങ്ങനെയല്ല. അതായത് സ്വാമിയോട് ഇവിടെ ഇരിക്കുന്ന ഈ വെള്ളം എടുത്തു കുടിക്കൂ എന്ന് പറയുന്നത് ആരാണെന്നറിയോ? മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബുദ്ധിയാണ് പറയുന്നത്. ദാഹിക്കുമ്പം മോനെ വെള്ളം എടുത്ത് കുടിക്കൂ എന്ന് പറയുന്നത് ബുദ്ധിയാണ്, കൈയല്ല. കൈക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബുദ്ധി പറയുകയാണ്. ബുദ്ധി ആരോട് പറയുന്നു? മനസ്സിനോട് പറയും. മനസ്സ് കൊടുക്കുന്ന നിർദ്ദേശമാണ് ആർക്ക്? കൈക്ക് എടുത്ത് പൊക്കാൻ. ഇങ്ങനെ എടുത്ത് വെള്ളം കുടിക്കുന്നതിൽ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ പരിപാടികൾ നിന്നു പോകുമ്പോഴാണ് പ്രായം കൊണ്ടും മറ്റുമൊക്കെ നമുക്കിതിൻ്റെ ബാലൻസ് തെറ്റും. നമുക്കറിയില്ല.
എടുക്കണോ, കുടിക്കണോ, അങ്ങനെ പലതും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണിത്. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ. ഇതിലെവിടെയെങ്കിലും ഒരു താളപ്പിഴ പറ്റിക്കഴിഞ്ഞാൽ മൊത്തം താളപ്പിഴയാണ്. ഈ ഭ്രാന്ത് എന്നൊക്കെ പറയുന്നത് ഇത് തെറ്റുന്നതാണ്. ഈ കോർഡിനേഷൻ പോകുന്നതാണ്. ഈ കോർഡിനേഷനെ കുറിച്ചാണ് ഗീത പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ മൈക്രോകോസവും മാക്രോകോസവും ചർച്ച ചെയ്തത്, വ്യഷ്ടിയും സമഷ്ടിയും. അപ്പോൾ സമഷ്ടി ബുദ്ധിയെയാണ് സൂര്യനായിട്ട് പറയുന്നത്. അപ്പോൾ ആ ബുദ്ധിക്ക് വേണ്ടുന്ന ഡാറ്റാസ്, ഇപ്പം മനസ്സിന് വേണ്ടുന്ന ഡാറ്റ മനസ്സ് സ്വീകരിക്കുന്നത് ബുദ്ധിയിൽ നിന്നാണ്. കൈകൾക്കും കാലുകൾക്കും ഒക്കെ വേണ്ടത് മനസ്സിൽ നിന്നാണ്. മനസ്സാണ് അതിനോട് ആജ്ഞാപിക്കുന്നത്, നടക്കൂ, എഴുന്നേക്കൂ, ഇപ്പോൾ ഓടിയാൽ കിട്ടും ബസ്, ഓടിക്കോ. അല്ലാതെ കാലോടുകയല്ല. കാലാണ് ഓടുന്നത് കാലാണെങ്കിലും പിറകിൽ പിന്നെ ഓടുമ്പോൾ തന്നെ പറയുമല്ലോ മതി എന്ന് പറയുന്ന ആരാ? കാലാണോ? അല്ല. കാല് മതി എന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ എന്ന് പറയുന്നത് ആരാ? അപ്പോൾ ഇതാണ് പരമ്പരാപ്രാപ്തം. അപ്പോൾ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ബുദ്ധിക്ക് വേണ്ടുന്ന ഊർജം എവിടെ നിന്നാണ്? സൂര്യനിൽ. അതിങ്ങനെ തലയിൽ വെയിലത്ത് പോയി നിന്നാൽ കിട്ടില്ല. ഇത് പറഞ്ഞ ഇത് ഒന്നുകൂടെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നാവിഗേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നാവിഗേറ്റർ. അപ്പം നമ്മുടെ കാറിലൊരു നാവിഗേറ്റർ ഉണ്ടെങ്കിൽ ആ നാവിഗേറ്റർ ദിശ നിശ്ചയിക്കുന്നതിനുള്ളതാണ്. ഈ നാവിഗേറ്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏതിനെയാണ്? സാറ്റലൈറ്റിനെയാണ്. അപ്പം ഇതിൻ്റെ സമാനമായ ഇതിലേക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു സാധനം മുകളിലിരിക്കുന്നുണ്ട്. സാറ്റലൈറ്റാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ ഒരു നാവിഗേഷനാണ് ഗായത്രി. അപ്പോഴാണ് ഗായത്രി ഉപാസന ഉണ്ടാവുമ്പം നമുക്ക് എന്ത് ചെയ്യണമെന്നത് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടും. അതാണ് ഈ നമ്മൾ പറയുമല്ലോ ആൾ വളരെ ഷാർപ്പാണ്. ഇതാന്ന് പറയുമ്പോഴാണ് കാര്യങ്ങൾ അങ്ങനെ തെളിഞ്ഞു വരിക. നമുക്ക് ചിലപ്പോൾ ഇതൊന്നും തെളിയില്ല. മനസ്സിലാവുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പം ഇത് ബുദ്ധിയുടെ എക്സസൈസാണ്. ആ എക്സസൈസ് അതുകൊണ്ടാണ് ഈ ഗായത്രി ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചൊല്ലുന്നത്. അതിനെയാണ് ഈ രാവിലെയും 3 സന്ധ്യകളാണ്: പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. അപ്പം രാവിലെ നിന്നിട്ട് വൈകിട്ട് ഇരുന്നിട്ട് സൂര്യൻ അഭിമുഖമായിട്ട് സൂര്യനുമായിട്ടുള്ളൊരു എന്താ പറയുക, നമ്മൾ സൂര്യനുമായിട്ടുള്ള ഈ സാറ്റലൈറ്റും നാവിഗേറ്ററും എന്ന പോലെ അതങ്ങോട്ട് കണക്ഷൻ ആയിക്കഴിഞ്ഞാലോ പിന്നെ അതിൻ്റെ ഡയറക്ഷനിൽ കാര്യങ്ങൾ പോയിക്കോളും. അതാർക്കും എല്ലാവരും ഇതിന് അധികാരികളാണ്. അപ്പം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോ ന പ്രചോദയാ. എൻ്റെ ബുദ്ധിവൃത്തിയെ പ്രചോദിപ്പിക്കട്ടെ. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ത്, ചെയ്യേണ്ടാത്തതെന്ത്, തള്ളേണ്ടതും കൊള്ളേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിവർത്തിക്കേണ്ടതും എല്ലാം കൃത്യമായി തെളിഞ്ഞു കിട്ടും. സിമ്പിളായിട്ട് സ്വാമി ഇനി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളെന്ന് നിങ്ങൾ അഭിമാനിക്കുന്നു എങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളായിട്ട് നിങ്ങൾ കാണുന്നു എങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കോട്ടങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുവെങ്കിൽ, രണ്ടിനെയും നമ്മൾ പറയാറ് എന്താണെന്നറിയോ? നേട്ടത്തെയൊക്കെ നമ്മൾ എന്താ പറയുക? അന്ന് എൻ്റെ നല്ല ബുദ്ധിയിൽ എനിക്ക് തോന്നി, അങ്ങനെ പറയാം. കോട്ടങ്ങളെ നമ്മളെങ്ങനെയാണ് വിലയിരുത്തുക? അന്നത്തെ എൻ്റെ കഷ്ടകാലത്തിന്, എൻ്റെ ദുർബുദ്ധിക്ക് എനിക്ക് അന്ന് വേണ്ടാന്ന് തോന്നി. ഇതാണ് ഭൗതികമായ നേട്ടങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് പറയുക. നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയാറില്ലേ, നാട്ടിൽ അന്ന് 50 സെൻറ്റ് സ്ഥലം വെറുതെ ഞാൻ കൊടുത്തു, വെറും 1000 രൂപയ്ക്കോ 500 രൂപയ്ക്കോ എന്തോ. ഇന്ന് 50 സെൻറ്റ് പോയിട്ട് അവിടെ ഒരു 5 സെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ കോടികളുടെ വില. അതേപോലെ നിങ്ങൾ പറയുന്നില്ലേ, ഇതേ ഇവിടെ ബോംബെയിൽ വന്നപ്പോൾ എന്നോട് ആ ഫ്ലാറ്റ് വഴിയെ നടന്നതാ, എടുത്തോളൂ, മാസം തന്നാൽ മതി.
ഞാൻ പറഞ്ഞു, എന്ത്, ഞങ്ങൾ ഇവിടെ ഒന്നും നിൽക്കില്ല, നാട്ടിൽ പോകുന്നവരാ. ഇപ്പോഴും അവിടെയൊക്കെ കോടി കൊടുത്താൽ കിട്ടുമോ? അപ്പം ഇപ്പോൾ ഉള്ളവരെന്താ പറയണ, ഇവിടെ ഇരിക്കാൻ കാരണേ ഞാൻ അന്ന് എത്ര പറഞ്ഞിട്ടാണ്, എൻ്റെ ബുദ്ധിക്ക് എനിക്ക് തോന്നി, അതുകൊണ്ട്, അല്ല നിങ്ങളുടെ ബുദ്ധി ആയിരുന്നെങ്കിലേ. അപ്പം ഈ ബുദ്ധിയുടെ തെളിച്ചത്തിലാണ് നമുക്ക് കിട്ടിയ നേട്ടങ്ങളെല്ലാം തന്നെ. ബുദ്ധി മോശം എന്നാണ് നമ്മുടെ കോട്ടങ്ങളെ മുഴുവൻ നമ്മൾ പറയാറ്. ഇത് തെളിഞ്ഞതാണോ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ നിലയിൽ, ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ഒക്കെ? അതുകൊണ്ടാണ് ഈ ഒട്ടിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് ഡ്രൈവർ എന്ന് പറയുന്നത് ആരാണ്? ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയാണ് ഡ്രൈവർ, സാരഥിം വിദ്ധി. ആരാണ് ബുദ്ധിസ്ഥാനീയനായിട്ടിരിക്കുന്നത്? കൃഷ്ണൻ. ബുദ്ധൗ ശരണം അന്വിച്ച, ബുദ്ധിയെ ശരണം ഗമിച്ചാലും. ഇതൊക്കെ ഇരിക്കുന്നത് നമ്മുടെ തലമണ്ടയ്ക്കകത്താണ്. അതിന് പകരം നിങ്ങൾ വലംപിരി ശംഖ് വെച്ചാലും ഇടംപിരി ശംഖ് വെച്ചാലും ഇതൊന്നും കിട്ടൂല. ഈ പിരി ഇളകിയാലാണ് ആ പിരിക്ക് പോകുന്നത്. ശ്രദ്ധിക്കും. അപ്പോൾ മന്ത്രങ്ങളെല്ലാം ഇതുപോലെ മനനം ചെയ്യണം. അത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണെങ്കിലും നമശിവായ ആണെങ്കിലും എല്ലാം തന്നെ. അപ്പോൾ മന്ത്രങ്ങളുടെ ഒരു മനനം ചെയ്യുന്ന ക്ലാസ് അല്ല ഇത്. എന്നാലും സന്ദർഭത്തിൽ ചിലത് പറയേണ്ടതുള്ളത് കൊണ്ട് എല്ലാ മന്ത്രങ്ങളും അങ്ങനെ ചെയ്യേണ്ടതാണ്. നമുക്ക് വേറൊരു അവസരത്തിൽ പ്രധാനപ്പെട്ട മന്ത്രങ്ങളെ മുഴുവൻ ഇതുപോലെ പഠിക്കാം. 1 2 പഠിച്ചാൽ തന്നെ ധാരാളം. ശരി, അപ്പം നമ്മൾ ഈ 5 അവതാരങ്ങളായി, സനകാദികളായി, കൂർമ്മമായി, നാരദരായി, നരനാരായണന്മാരായി, കപിലനായി, അല്ലേ? ഈ 5ഉം മറന്നു പോവാത്ത വിധത്തിൽ ബുദ്ധിയിൽ ഉറച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു, അല്ലേ? വിട്ടു പോവില്ലല്ലോ. ഇവരെ 10-25,000 കൊല്ലം മുൻപിലേക്ക് കൊണ്ടുപോകരുത്. ഇനി ഇപ്പോൾ സ്വാമി ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവതാരങ്ങളെയാണ്. ഇതിലാണ് ഇന്നലെ 2 അമ്മമാർക്ക് 2 സംശയങ്ങളായിരുന്നു. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ സംശയം ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഒരു സംശയം എന്തായിരുന്നു? അതെ മനസ്സിലായി. അതായത് ഈ സ്ഥലങ്ങളൊക്കെ ദ്വാരക ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. അമ്മ ചോദിച്ച സംശയം ഇതാണ്. മൈക്ക് റെഡിയാക്കി കൊടുത്താൽ മതി. ചോദിച്ചത് ഇതാണ്. അതായത് സ്വാമി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മളിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളായിട്ടാണ് അവതാരങ്ങളൊക്കെ. ശരി, അതിനെ അംഗീകരിക്കാം നമുക്ക് ഒരു വഴിയിൽ. പക്ഷെ അതേസമയം ഇത്തരം കഥകളുമായി ബന്ധപ്പെട്ട ചില സങ്കേതങ്ങളുണ്ട്, സ്ഥലങ്ങൾ. അതിലമ്മ പറയേ ഈ ദ്വാരക, കുരുക്ഷേത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളിലും ഒക്കെ പറയപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭാരതത്തിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് അതെന്താണ്, അല്ലേ? ശരിയാണ്. ഇതൊരു നല്ല ചോദ്യമാണ്. ഇത് നല്ല ചോദ്യമാണ്. ഇതിലേറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഈ ചോദ്യത്തിൻ്റെ കൂടെ അമ്മ വളരെ നല്ല രീതിയിൽ ചോദിച്ചു. അമ്മയ്ക്ക് നമ്മളെ 2 അടിയും കൂടെ അടിക്കണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചോദിക്കാം. എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് സ്വാമി തന്നെ ആളുകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇതാ ചോദ്യത്തിലുണ്ട്. ടി വിയിൽ സ്വാമിയുടെ പരിപാടി കാണുമ്പം കുരുക്ഷേത്രം, ഗംഗോത്രി, യമുനോത്രി, കേദാർ, ബദരി, കൈലാസം എന്നൊക്കെ പറഞ്ഞ് സ്വാമി തന്നെ ഇങ്ങനെ ആളുകളെ കൊണ്ടുപോയി കാശ് സമ്പാദിക്കുന്ന, അതൊന്നും അങ്ങനെ പറയാറില്ല, എന്നാലും ചിലർ പറയുന്നു.
കാശ് സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതെന്തിനാ? അങ്ങനെയാണെങ്കിൽ സാങ്കല്പികമാണ് എങ്കിൽ ഈ സാങ്കല്പികമായ സ്ഥലങ്ങളിലേക്ക് എന്തിന് തീർത്ഥാടനം നടത്തണം? നല്ല ചോദ്യം. ഇവിടെയാണ് ഇത്തരം ഇത് കാരണം എന്താണെന്നറിയൂ, ഇതെല്ലാം തത്വചിന്തയിൽ നമ്മൾ അറിഞ്ഞ് വരുമ്പം പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം കൂടെ കയറി കൂടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അട്ടിതെറ്റി താഴെ പോകും. അതുകൊണ്ട് അതെല്ലാം നമ്മൾ ഉറപ്പിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആചാര്യന്മാർ ഈ ധർമ്മശാസ്ത്രം നമ്മുടെ ഈ ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ പറയപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ ഈ പറഞ്ഞ ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം, ഇത് കുറച്ചൊന്ന് വിസ്തരിച്ച് പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ചോദ്യത്തിന് പെട്ടെന്ന് അതിലേക്ക് ഉത്തരം പറയാതെ ആദ്യം ഇവിടുന്ന് ഇങ്ങനെ വരണം. ഇതിൻ്റെയൊക്കെ പരമപ്രമാണം എന്ന് പറയുന്നത് വേദമാണ്, ഉപനിഷത്ത്. അതിൻ്റെ വേദത്തിൻ്റെ സമസ്ത താത്പര്യങ്ങളാണ് ഉപനിഷത്ത്. എന്താണ് വ്യാസൻ ചെയ്തത്? വ്യാസൻ എന്ന അവതാരത്തെ നമ്മൾ പഠിക്കാൻ പോവുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അവതാരത്തിൻ്റെ അവസാനം വരുന്നുണ്ട്. അല്പബുദ്ധികളായ എന്താ 21ാമത്തെ മന്ത്രം നോക്കിക്കോളൂ. തത് സപ്തദശേ ജാത സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖ ദൃഷ്ട്വ പുംസോ അല്പമേധസ. 21ാമത്തെ മന്ത്രത്തിൽ പറയുന്നതാണ്. എന്താണ് സപ്തദശേ? സപ്തം എന്ന് പറഞ്ഞാൽ 7, ദശ എന്ന് പറഞ്ഞാൽ 10. 17ാമത്തെ അവതാരം ആരാണ്? സത്യവതിയിൽ പരാശര സത്യവതി ദാമ്പത്യത്തിൽ ജനിച്ച വ്യാസഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് വ്യാസരുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം? പറയുന്നു, വേദതര ശാഖ, വേദങ്ങളുടെ ശാഖയുണ്ടാക്കി. എന്തിനാണ്? പുംസഹ അല്പമേധസ, അല്പമേധസ്സുകളായ എന്ന് പറഞ്ഞാൽ അല്പബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക്, ബുദ്ധി കുറച്ച് കുറവുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി വേദത്തിൻ്റെ താത്പര്യത്തെ വ്യാസഭഗവാൻ എന്തു ചെയ്തു? കഥാരൂപത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ വേദ താത്പര്യത്തെയാണ് കഥാരൂപത്തിൽ അവതരിപ്പിച്ചത്. ശരി. അതേപോലെ തന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന ആഘോഷങ്ങളായും ആചാരങ്ങളായും അനുഷ്ഠാനങ്ങളായും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ തത്വത്തിന് എല്ലാ ഭാവങ്ങളും നൽകിയിട്ടുണ്ട്. എല്ലാ ഭാവങ്ങളും, ശബ്ദത്തിലും രൂപത്തിലും എല്ലാറ്റിലും. ഇതിൻ്റെ നൃത്താവിഷ്കാരങ്ങളുണ്ട്, ഇതിൻ്റെ നാടകങ്ങളുണ്ട്, ഇതിൻ്റെ ചിത്രങ്ങളുണ്ട്, എല്ലാ ഭാവങ്ങളും. അങ്ങനെ നൽകി 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 വന്നതിൽ ഇവരെന്ത് ചെയ്തു? ഇവരിതിനെ ഇപ്പം രാമായണവും മഹാഭാരതവും ഒക്കെ ശില്പങ്ങളിലുണ്ട്, എഴുത്തിലല്ല, ശില്പങ്ങളിൽ, കഥകളിലുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂപ്രദേശങ്ങളിൽ അവർ ഇതിനെ എഴുതിയിട്ടുണ്ട്, കൊത്തിവെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഭൂപ്രദേശങ്ങളിൽ കൊത്തിവെക്കുന്നത്? ഇപ്പോൾ കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം, കുരുക്ഷേത്രം, ഇവിടെയാണ് യുദ്ധം നടന്നത്, ഇവിടെ നിന്നാണ് അർജുനന് ഭഗവാൻ ഗീത ഉപദേശിച്ചത് എന്ന് നമ്മൾ ഇങ്ങനെ ആചരിച്ച് വിശ്വസിച്ച് വരുമ്പോൾ എന്തുണ്ടാവുന്നു? അവിടെ ഗീത എന്നത് ആ ഭൂപ്രദേശത്തിൽ എഴുതപ്പെടും. നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുമ്പം അവിടെ ഉണ്ടാകുന്ന സ്മൃതി എന്ന് പറയുന്നത് ഭഗവത്ഗീതയെ സംബന്ധിക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. നമ്മളെപ്പോഴും ആളുകളെ കൊണ്ടുപോകുമ്പോൾ പറയാറുള്ളതാണ്, ഇവിടെ വെച്ച് ഈ യുദ്ധം നടന്നോ നടന്നില്ലേ എന്നുള്ളത് വേറെ. ഇങ്ങനെയൊരു യുദ്ധം ഇവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് സന്ദീപാനന്ദഗിരിയല്ല, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്.